നമസ്കാരം കൂട്ടുകാരെ, ഇതൊരു മീൻപിടുത്ത വീഡിയോ ആണ് ഇടുന്നത്. ഞങ്ങൾ കൂട് വെച്ചിട്ടുണ്ട് ചാലി. അപ്പോൾ അവിടെ മീൻ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ അടുത്തുള്ള ഒരു അച്ചായൻ അവിടെ പോയിട്ടുണ്ട് മീൻ നോക്കാൻ. മീനുണ്ടെന്നാണ് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെ രാവിലെ കൊണ്ട് കൂട് വെച്ചതാണ്. കൂട്ടി മീനുണ്ട്. രാവിലെ കുറച്ച് വരാതി കലാമുട്ടിയെ കിട്ടി. പിന്നെയും പോയി നോക്കാം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ചാലിലോട്ട് പോവുകയാണ്. ഇത് വരമ്പാണ് ഞങ്ങളുടെ. ഇത് മുട്ടത്തെ മേളിൽ പോച്ചയാണ്. ഇതുവഴി പോയി നേരെ ഒരു തോട്, 2 തോടിന് ഞങ്ങൾ കുറുകെ പാലത്തടി ഇട്ടിട്ടുണ്ട്. പാലത്തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെറിയ തോടിന് കുറുകെ ഇടുന്ന തടിക്ക് പറയുന്നതാണ്. ഇവിടെ ഞങ്ങൾ മുളകൾ വെച്ച് കെട്ടി. ഇതൊരു തോടാണ്. ആ തോടിൽ നിലയില്ലാത്ത തോടാണ്. അതൊരു ബാലൻസ് ചെയ്ത് വേണം പോകാൻ. വീണാൽ കഴിഞ്ഞ് മൊബൈലും പോയി, ഞാനും പോയി. ഇവിടെ 2 തെങ്ങ് തടിയാണ്. ഇത് പോച്ച കയറി കവറായി കിടക്കുന്നത്. ഈ തടിയെ കൂടെ പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുന്ന് വേറെ തെങ്ങ് തടി കയറണം. പരിചയമില്ലാത്തവർ പോയി കഴിഞ്ഞാൽ വീണ്ടും തോട്ടിൽ. അവിടുന്ന് ഞാൻ ചാടി കയറി. അവിടെ മീൻ കിടക്കുന്ന കണ്ടോ? പക്ഷേ ഞാൻ അന്നേരം കണ്ടില്ലായിരുന്നു ഈ മീൻ അവിടെ കിടപ്പുണ്ടെന്ന്. പുള്ളിക്കാരനെ വിളിച്ച് 2-3 കൂടുണ്ട്. പുള്ളി 3 കൂടും പൊക്കി കഴിഞ്ഞ്. അത് കാരണം കൂട് പൊക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പുള്ളി അവിടെ ലാസ്റ്റ് കൂടാണ്. ആ കൂടിനകത്തിലൊന്നുമില്ല. ആദ്യത്തെ കൂടിൽ നിന്ന് മീൻ കിട്ടി. നമ്മൾ വന്ന വരമ്പേ പുള്ളി മീനെ ഇട്ടിക്കുവാണ്. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. ആ കൂടിനകത്തിലൊന്നുമില്ലെന്നാണ് എന്നോട് പറയുന്നത്. അവിടെ മീനുണ്ട്, പോയി നോക്കാൻ പറഞ്ഞു. തിരിച്ച് നമ്മൾ പോവാണ്. നമ്മുടെ റൈറ്റ് സൈഡിലാണ് ചാല്. ഒരു 3-4 ആൾ താഴ്ചയിലുള്ള വലിയ ചാലാണ്. ഒരു 1-2 ഏക്കർ വലിപ്പത്തിലുള്ള ചാലാണ്. അത് പഞ്ചായത്തിൻ്റെയാണ്. ഇതിൽ നിന്ന് വെളിയിലോട്ട് പോകുന്ന എൻട്രൻസിലൊക്കെയാണ് നമ്മൾ കൂടിട്ടേക്കുന്നത്. ഒറ്റ മീൻ പുറത്ത് പോയാൽ നമ്മുടെ കൂട്ടിൽ കയറും. ഇതാണ് മീൻ. ഇത് 4 കിലോ ഉണ്ട് ഗൈസ്. ഇത് ചെറുമീനാണ്. ചില സ്ഥലങ്ങളിൽ വാഹയെന്നൊക്കെ പറയും. ചെറുമീൻ 4 കിലോ ഉണ്ട്. ഇത് പുള്ളി എന്നോട് പറഞ്ഞ് ഇത് 3 കിലോ ഉള്ളതെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ഇത് 3 കിലോ അല്ല, അതിന് മുകളിലുണ്ട്. വീഡിയോയിൽ നോക്കുമ്പോൾ അതിൻ്റെ വലുപ്പം അറിയാൻ പറ്റില്ല. ഭയങ്കര സൈസ് അടാറ് സാധനമാണത്. പുള്ളി വീഡിയോ എടുക്കുകയെന്ന് കണ്ടിട്ടാണ് പുള്ളി കയ്യിലേക്ക് അഴിച്ചിടുന്നത്. എന്നിട്ട് എടുത്താൽ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഓൾറെഡി എൻ്റെ വീഡിയോ റണ്ണിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് സാരമില്ല, നിങ്ങളുടെ ഫാഷൻ ഷോ ഒന്നും അല്ലല്ലോ, പേടിക്കൊന്നും വേണ്ട. പുള്ളിയുടെ കൈ കണ്ടോ? കൈയുടെ മസിലൊക്കെ പിടിച്ചേക്കുന്നുണ്ട്. അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്.